ഹലോ ഓൾ, നമ്മളിന്ന് ഫൈലം മൊളസ്കയുടെ ജനറൽ ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ NCERT ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. അതിനുശേഷം ഡിഗ്രി ടെക്സ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫൈലം മൊളസ്ക ഏറ്റവും വലിയ രണ്ടാമത്തെ ഫൈലമാണ് മൊളസ്കുകൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഫൈലമാണ് മൊളസ്കുകൾ. അപ്പം ഏറ്റവും വലിയ ആദ്യത്തെ ഫൈലം ഏതായിരുന്നു? ഏറ്റവും വലിയ ഫൈലം ഏതായിരുന്നു? അതാണ് ഫൈലം ആർത്രോപോഡ. ഇവിടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫൈലം എന്ന് പറയുന്നത് മൊളസ്കുകളാണ്. മൊളസ്കുകൾ കരയിലും ജലത്തിലും കാണപ്പെടുന്നുണ്ട്. അധികം മൊളസ്കുകളും സമുദ്രത്തിൽ വസിക്കുന്നവയാണ്. ഓക്കെ, അപ്പോൾ മൊളസ്കുകൾ നമുക്ക് കരയിലും അതുപോലെ തന്നെ ജലത്തിലും കാണാനായിട്ട് പറ്റും. എന്നാലും മോസ്റ്റ് ഓഫ് ദി മൊളസ്കസ് ആർ അക്വാറ്റിക് ആണ്, സമുദ്രത്തിൽ മറൈനാണ്, സമുദ്രത്തിൽ ജീവിക്കുന്നവരാണ്. ചില ഇനങ്ങൾ ശുദ്ധജലത്തിലാണ് ജീവിക്കുന്നത്, ചിലതൊക്കെ ശുദ്ധജലത്തിലും കാണുന്നുണ്ട്. ഇവയെല്ലാം ദ്വിപാർശ്വ സമമിതി ഉള്ളവരാണ്, അവയവ വ്യവസ്ഥാ തലത്തിലുള്ളവരാണ്. ഓക്കെ, അപ്പോൾ ദ്വിപാർശ്വ സമമിതി കാണിക്കുന്നവരും അവയവ വ്യവസ്ഥാ തലത്തിൽ ഉള്ളവരുമാണ്. പിന്നെ ഇവര് ട്രിബ്ലാസ്റ്റികത കാണിക്കുന്നുണ്ട്, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീലോംസ് ഇവരിൽ കാണുന്നുണ്ട്. സീലോമിക ജീവികളാണ്. സാധാരണയായി ഇവയ്ക്ക് കട്ടിയുള്ളതും കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതവുമായ ഒരു പുറന്തോടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർക്കൊരു കട്ടി കൂടിയതും അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതമായ, ഇമ്പോർട്ടൻ്റ് ആണ്, കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതമായ ഒരു പുറന്തോടും ഉണ്ടായിരിക്കും. ഖണ്ഡിതമല്ലാത്തതും മൃദുവായതുമായ ശരീരത്തോട് കൂടിയ ജന്തുക്കളാണ്. അപ്പോൾ ഇവരുടെ ബോഡി സെഗ്മെന്റഡ് അല്ല, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയാണ് ഇവർക്കുള്ളത്. ശരീരത്തെ തല, പേശി നിർമ്മിത പാദം, ആന്തര അവയവ അറ എന്നിങ്ങനെ വിഭജിക്കാം. ഓക്കെ, ശരീരത്തെ തല, പേശി നിർമ്മിത പാദം, ആന്തര അവയവ അറ എന്നിങ്ങനെ വിഭജിക്കാം. ആന്തര അവയവ അറയെ ആഗിരണം ചെയ്ത് മൃദുവായ സ്പോഞ്ച് രൂപത്തിലുള്ള ഒരു ചർമ്മം കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ആന്തര അവയവത്തിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെയുള്ള ഒരു സ്കിന്ന് കാണുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആന്തര അവയവ അറയെ കവർ ചെയ്തുകൊണ്ട് മാന്റിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഈ ആന്തര അവയവ അറയ്ക്കും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്കിന്നുണ്ട്, സ്പോഞ്ച് പോലെയുള്ള ഒരു സ്കിന്നുണ്ട് എന്ന് പറഞ്ഞു, മാന്റിൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കാണുന്ന സ്ഥലത്തിനെ മാന്റിൽ അറ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തൂവലിൻ്റെ ആകൃതിയിലുള്ള ഗിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗിൽസ് കാണുന്നത് എവിടെയാണ്? മാന്റിൽ അറയുടെ അകത്താണ്. ഇവ ശ്വസനത്തിനും വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നതിനും സഹായിക്കുന്നു. ഗിൽസ് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനത്തിന് വേണ്ടിയിട്ടും അതുപോലെ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനത്തിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. തലയുടെ മുൻഭാഗത്തായി സംവേദഗ്രാഹികളുണ്ട്. അപ്പം മൊളസ്ക വിഭാഗത്തില് സംവേദഗ്രാഹികൾ എവിടെയാണ് കാണപ്പെടുന്നത്? തലയുടെ മുൻഭാഗത്ത്. ശേഷം വായയിൽ അരം പോലെയുള്ള റാഡുല എന്ന അവയവം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവരില് റാഡുല എന്ന് പറയുന്ന ഒരു അവയവം കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റാഡുല? ഇത് ആഹാരം കരണ്ട് തിന്നുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഫൈലം മൊളസ്കയില് ആഹാരം കരണ്ട് തിന്നുന്നതിന് വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചർ ഏതാണ്? അതാണ് റാഡുല. മൊളസ്കുകൾ ഏകലിംഗ ജീവികളും മുട്ടയിടുന്നവയുമാണ്. ഇവയിൽ പരോക്ഷ ഭ്രൂണ വികാസം കണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ മൊളസ്ക എന്ന് പറയുന്നത് ഏകലിംഗ ജീവികളാണ്, മുട്ടയിടുന്നവരാണ്. ഇവയിൽ പരോക്ഷ ഭ്രൂണ വികാസം കണ്ടുവരുന്നു. ഉദാഹരണങ്ങൾ നോക്കാം. ഞവണിക്ക, മുത്തുച്ചിപ്പി, സെപ്പിയ, നീരാളി, കടൽ ചെവിയൻ, ഡെന്റേലിയം, ഹീറ്റോപ്ലൂറ, കണവ. ഇതൊക്കെയാണ് ഫൈലം മൊളസ്കയിൽ വരുന്ന എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഡിഗ്രി ലെവൽ ടെക്സ്റ്റിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നോക്കാം. മൊളസ്ക് കോമൺലി കോൾഡ് ഷെൽ ഫിഷസ്. മൊളസ്കിനെ നമ്മൾ കോമൺലി ഷെൽ ഫിഷസ് എന്നാണ് പറയുന്നത്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് സെഗ്മെന്റഡ് സിലോമേറ്റ്സ് വിത്ത് എ സോഫ്റ്റ് ബോഡി എൻക്ലോസ്ഡ് വിത്തിൻ എ കാൽക്കാരിയസ് ഷെൽ. ദ ഗ്രൂപ്പ് ഇൻക്ലൂഡ് മോർ ദാൻ 60,000 ഓഫ് സ്പീഷീസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. ഷെൽ ഫിഷസ് എന്നാണ് അറിയപ്പെടുന്നത്. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, അൺസെഗ്മെന്റഡ് ബോഡിയാണ്, സീലോം കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ ബോഡി എന്താണ്? സോഫ്റ്റ് ആണ്. ഇനി സൈലന്റ് ഫീച്ചേഴ്സ് നോക്കാം. സോഫ്റ്റ് ആൻഡ് അൺസെഗ്മെന്റഡ് ബോഡി ഡിവിസിബിൾ ഇൻ ടു ഹെഡ്, വിസറൽ മാസ് ആൻഡ് ഫുഡ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ അവരുടെ ബോഡീനെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? തല, അതുപോലെ പേശി നിർമ്മിത പാദം, ആന്തര അവയവ അറ. അതാണ് ഇവിടെ പറയുന്നത്. ഹെഡ്, വിസറൽ മാസ് ആൻഡ്
food. Body is soft and unsegmented. It has 3 divisions, namely head, visceral mass and foot. Head contains the important sense organs. Visceral mass contains the internal organs. Foot is the locomotor organ. അപ്പം സെൻസ് ഓർഗൻസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഹെഡിലാണ്. വിസറൽ മാസിൽ എന്താണ്, ഇന്റേണൽ ഓർഗൻസ് ആണുള്ളത്. ഫൂട്ട് എന്ന് പറയുന്നത് ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് മാന്റിൽ ഓർ പാലിയം. Visceral mass is enveloped by a membranous fold known as mantle. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ് എന്താണ് മാന്റിൽ എന്നുള്ളത് അല്ലേ. വിസറൽ മാസ് അവരുടെ ആന്തര അവയവ അറയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ ഷെൽ സെക്രീറ്റിംഗ് ഗ്ലാൻസ്. അതിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ഷെൽ സെക്രീറ്റിംഗ് ഗ്ലാൻസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. മാന്റിൽ എൻക്ലോസസ് ദ മാന്റിൽ കാവിറ്റി ഇൻ വിച്ച് ഗിൽസ് ആർ സീൻ. മാന്റിൽ എവിടെയാണ്, മാന്റിൽ എന്തിന് എൻക്ലോസ് ചെയ്ത് കാണപ്പെടുന്നു, മാന്റിൽ ക്യാവിറ്റീനെ. ഈ മാന്റിൽ ക്യാവിറ്റീൻ്റെ അകത്ത് നമുക്ക് ഗിൽസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഗിൽസ് എന്തിനു വേണ്ടി സഹായിക്കുന്നു, റെസ്പിറേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷനും വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഈ ഗിൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. അടുത്തത് കൽക്കാരിയസ് ഷെൽ. അടുത്താണ് കൽക്കാരിയസ് ഷെല്ല്. അതായത് ബോഡീനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു കൽക്കാരിയസ് ഷെല്ല് ഉണ്ട് എന്ന് മാത്രം ആലോചിക്കുക. ഷെൽ ഗ്ലാൻസ് ആണ് ഈ കൽക്കാരിയസ് ഷെല്ല് സെക്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, reduced coelom in adult. As in arthropod, coelom is highly reduced in adult. Adult ഫോമിൽ coelom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ highly reduced ആയിരിക്കും. It is represented by the renal, pericardial and gonodial cavities. ഒരു റീനൽ കാവിറ്റി, ഒരു പെരികാർഡിയൽ കാവിറ്റി, അതുപോലെ തന്നെ ഒരു ഗൊണോഡിയൽ കാവിറ്റി, ഇത്രേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആർത്രോപോഡിനെ പോലെ തന്നെ അഡൾട്ട് ഫോമിൽ മുളസ്കുകളുടെയും coelom എന്ന് പറയുന്നത് വളരെ അധികം റെഡ്യൂസ്ഡ് ആണ്. Next is about the radula. Radula in oral cavity. Oral cavity contains a rasping organ called as radula for scraping food and also for breaking plant pieces. ഓക്കെ, അപ്പോൾ ഈ റാഡുല എന്ന് പറയുന്നത് ഓറൽ ക്യാവിറ്റിയിലാണ് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, കരണ്ട് തിന്നുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താ പ്ലാന്റ് പീസിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിനും ഈ റാഡുല എന്ന് പറയുന്ന സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം വിത്ത് ചേംബേർഡ് ഡോർസൽ ഹാർട്ട്. ആസ് ഇൻ ആർത്രോപോഡ്, സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ഓപ്പൺ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇവരിലും ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ടൈപ്പ് ആണ്. ഹാർട്ട് എന്ന് പറയുന്നത് ഡോർസലാണ്, ചേംബേർഡ് ആണ്, വാൽവുലാർ ആണ്. ഇനി നമ്മുടെ ഫൈലം മൊളസ്കിയുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ടിനീഡിയ അല്ലെങ്കിൽ ഗിൽസിനെ തന്നെയാണ് ടിനീഡിയ എന്ന് പറയുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം അക്വാറ്റിക് ഫോംസിലാണ് ഗിൽസ്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ഫോംസിലാണെങ്കിൽ ലങ്സ് അല്ലെങ്കിൽ പൾമണറി സാക്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. അടുത്തത്, സെക്സസ് ആർ യൂഷ്വലി സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. In many cases, indirect development involves a larvae, either veliger or trochophore or glochidium, as the case may be. അപ്പം ഡെവലപ്മെന്റ് ഡയറക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റോ ആയിരിക്കാം. ഇനി ഇൻഡയറക്റ്റ് ആണെങ്കിൽ കാണപ്പെടുന്ന ലാർവ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, വെലിഗർ ഓർ ട്രോക്കോഫോർ ഓർ ഗ്ലോച്ചിഡിയം. ഓക്കെ, അപ്പം ഈ ടേംസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇത്രയുമാണ് ഫൈലം മൊളസ്കയുടെ ജനറൽ ഫീച്ചേഴ്സ് NCERTയിലും ഡിഗ്രി ലെവൽ ടെക്സ്റ്റിലും കൊടുത്തിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫൈലം മൊളസ്കയുടെ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1-2 മൊഡ്യൂൾസ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് ഓർഡറിൽ ക്ലാസ്സുകൾ കിട്ടാൻ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.